താൻ ഇന്ത്യയുടെ മരുമകളാണെന്നും ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്നും അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ താരമായ സീമ ഹൈദർ. പബ്ജി ഗെയിമിലൂടെ പരിചയപ്പെട്ട ഇന്ത്യക്കാരനുമായി പ്രണയത്തിലായി ഒടുവിൽ ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിക്കാൻ ഇന്ത്യയിലേക്ക് എത്തിയ പാകിസ്ഥാൻ യുവതിയായ സീമ ഹൈദർ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നിലവിൽ ഉത്തർപ്രദേശുകാരനായ ഭർത്താവിനോടൊപ്പം കഴിയുന്ന സീമ ഹൈദർ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പൗരന്മാരെല്ലാം ഇന്ത്യ വിടണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടെ തന്നെ ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിക്കണമെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കുകയാണ് സീമ ഹൈദർ. താൻ ഇന്ത്യയുടെ മരുമകളാണെന്നും തന്നെ ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോടും അഭ്യർത്ഥിക്കുകയാണെന്ന് സീമ ഹൈദർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. താൻ പാകിസ്ഥാന്റെ മകളാണ്, എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ മരുമകളാണ്. ഞാനിപ്പോൾ ഇന്ത്യയിലെ അഭയാർത്ഥിയാണെന്ന് പ്രധാനമന്ത്രി മോദിജിയെയും UP മുഖ്യമന്ത്രി യോഗിയെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സീമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട്. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യക്കാരിയാണ് സീമ. 2019 പബ്ജി പ്രണയത്തിനൊടുവിൽ സച്ചിൻ മീണ എന്ന യുവാവിനോടൊപ്പം കഴിയാനായി സീമ അനധികൃതമായി ഇന്ത്യയിലേക്ക് എത്തിയത്. പിന്നീട് നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ള പശുപതിനാഥ് ക്ഷേത്രത്തിൽ വെച്ച് താൻ ഹിന്ദുമതം സ്വീകരിച്ചതായും ഹിന്ദു ആചാരപ്രകാരം സച്ചിനെ വിവാഹം കഴിച്ചതായും സീമ അവകാശപ്പെട്ടിരുന്നു. പിന്നീട് സച്ചിനോടൊപ്പം ഗ്രേറ്റർ നോയിഡയിലെ റബുപുര പ്രദേശത്ത് താമസിക്കുന്നതിനിടെയാണ് പാക് യുവതി അനധികൃതമായി ഇന്ത്യയിലെത്തിയ വിവരം പുറത്തറിഞ്ഞത്. ഇതോടെ കഴിഞ്ഞ ജൂലൈ 4 അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ചതിന് സീമ ഹൈദറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അനധികൃത കുടിയേറ്റക്കാർക്ക് അഭയം നൽകിയതിന് സച്ചിൻ മീണയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ ജൂലൈ 7 പ്രാദേശിക കോടതി ഇരുവർക്കും ജാമ്യം അനുവദിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഇരുവർക്കും ഒരു പെൺകുഞ്ഞും പിറന്നിരുന്നു. കഴിഞ്ഞ രക്ഷാബന്ധന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ ഉന്നത നേതാക്കൾക്ക് സീമ ഹൈദർ രാഖി അയച്ചതും വലിയ വാർത്തയായിരുന്നു.